സിപിഎം ബന്ധം ഉപേക്ഷിക്കുമെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു. സംരക്ഷിക്കേണ്ടവർ തന്നെ പൊതുമധ്യത്തിൽ വലിച്ചിഴച്ച് വസ്ത്രാക്ഷേപം നടത്തി. തന്റെ മകന്റെ പ്രായം പോലുമില്ലാത്ത ആളുകളാണ് അസഭ്യം പറഞ്ഞത്. പൊതുമധ്യത്തിൽ അധിക്ഷേപിച്ചവരെയും ആക്രമിച്ചവരെയും നിയമപരമായി നേരിടുമെന്നും കലാരാജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. കഴിഞ്ഞ ദിവസം മക്കൾ നൽകിയ പരാതിയായിരുന്നു. ആ പരാതി അമ്മയെ കാണാനില്ലായിരുന്നു എന്നതായിരുന്നു. പിന്നീട് എന്താണ് ഉണ്ടായത്? ഇന്നലെ രാവിലെ അവിശ്വാസം പ്രമാണിച്ച് 10 മണിക്ക് ഞങ്ങൾ മുനിസിപ്പൽ ഓഫീസിൽ വന്നിറങ്ങി. മുനിസിപ്പാലിറ്റിയിലെ ഓഫീസ്. അപ്പോൾ നമ്മളാ ഫ്രണ്ട് വാതിൽ മാത്രം ഇത്രയും കുറച്ച് സ്ഥലമിട്ട് ബാക്കി മുഴുവനും LDFിൻ്റെ പ്രവർത്തകരായിരുന്നു, വളഞ്ഞേക്കുമായിരുന്നു. അപ്പം നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പം വന്നിറങ്ങി അപ്പം തന്നെ ഇവർ നമ്മളെ ശരിക്കും മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച് നമ്മളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അപ്പം നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ, അതായത് റെജി മണ്ഡലം പ്രസിഡന്റ് റെജി, അതുപോലെ തന്നെ വനിതാ പ്രവർത്തകർ നമ്മളെ രക്ഷിക്കാൻ തന്നെയാണ്, വിൽസൺ ചേട്ടനൊക്കെ നമ്മളെ രക്ഷിക്കാനാണ്. അവർ കുറേ അധികം നമുക്ക് വേണ്ടിയിട്ട് ഉള്ള ഇടി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് അവർ ഉപദ്രവിച്ചു, മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച്. അപ്പം ഇവർ നമ്മുടെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും വൈസ് ചെയർമാനായ ശ്രീ സണ്ണി കുര്യാക്കോസ് അവിടെ നിന്ന് ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കാമായിരുന്നു. വലിച്ചെറിയട അവളെ വണ്ടിയിലേക്ക് എന്നൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉറച്ച്, അതായത് അവിശ്വാസത്തെ അനുകൂലിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. കാരണം ഞാൻ പാർട്ടിയോട് ഒരു ആവശ്യപ്പെട്ടിരുന്നു. അതായത് എൻ്റെ ഒരു പേഴ്സണൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ പാർട്ടിയെ, അതായത് ഫൈനാൻസ് സംഭവവുമായി ഫാർമേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ ബ്രാഞ്ച് സമ്മേളനത്തിൽ നവംബർ 1 ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ബ്രാഞ്ച് സമ്മേളനത്തിൽ. അത് ഞാൻ പറയേണ്ട ഇടങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇവരെ അപകീർത്തിപ്പെടുത്താനായിട്ടൊരു അനൗൺസ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ അവരെന്നോട് വളരെ മോശമായ രീതിയിലാണ് മുനിസിപ്പൽ ഭരണസമിതി എന്നോട് പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടി ഭരിക്കുന്ന ഫാർമേഴ്സ് ബാങ്കിനെതിരെ ഒരു അന്വേഷണം വേണം എന്നുള്ള നിലയ്ക്കായിരുന്നു ഞാൻ. അതെ, പാർട്ടിയാണ് ആ ബാങ്ക് ഭരിക്കുന്നത്. ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഴിമതിയെ കുറിച്ചൊരു അന്വേഷണം വേണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് പിന്നെ ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ വൈസ് ചെയർമാനായിരുന്ന സണ്ണി കുര്യാക്കോസ് ആയിരുന്നു. കോവിഡ് വന്ന് മരിച്ചാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ ആ സമയത്ത് അടയ്ക്കാനുണ്ടായിരുന്ന ലോണ് മന്ത്രിതലത്തിൽ വരെ നമുക്ക് അടയ്ക്കേണ്ട ഔട്ട്സ്റ്റാൻഡിങ് തുക മാത്രം അടച്ചാൽ മതി എന്നിരിക്കെ 10 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നിന്നും എടുത്തിരുന്നത് 22.5 ലക്ഷം രൂപ വരെ എന്നെക്കൊണ്ട് തിരിച്ചടപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അത് ചെയ്യാമായിരുന്നോ, അതിനകത്ത് എന്തെങ്കിലും എനിക്ക് ഫേവർ അല്ലാത്തതാണോ നിങ്ങൾ നടത്തിയത്? ഈ കോവിഡ് വന്ന് മരിച്ച അല്ലേ, അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു ആ ലോൺ. അത് എൻ്റെ പേരിലേക്ക് അവരെഴുതി വാങ്ങി, എൻ്റെ കൂടെ പേരിലേക്ക് എഴുതി വാങ്ങിയിട്ട് ഈ സ്ഥലം, എൻ്റെ വീടും സ്ഥലവും വിൽപ്പിച്ച് അവരെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ് എനിക്ക്. കാരണം നമ്മൾക്ക് യെസ് ഓർ നോ, അവർക്ക് എന്തും ഇത് ഞാൻ ഉന്നയിച്ചത് ശരിയാണോ തെറ്റാണോ അവർക്ക് എന്നെ ബോധ്യപ്പെടുത്താമല്ലോ, അതവർ തയ്യാറായില്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ 4 മാസത്തോളം സമയം നമ്മൾ അവർക്ക് കൊടുത്തിരുന്നു. അത് അവരത് ചെയ്തില്ല. മനസ്സുകൊണ്ട് ഈ 25 വർഷം ഞാൻ പാർട്ടിയുടെ കൂടെ നിന്നയാളാണ്. അപ്പം നമ്മളോട് അത് ചെയ്തത് തെറ്റല്ലേ എന്നാണ് എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കുന്നത്. കോൺഗ്രസ് ആണല്ലോ ഇനി പ്രൊട്ടക്ഷൻ തന്നത്. അതായത് അവരെ ഒന്നും ചെയ്യല്ലേ എന്ന് ആ ഒരു വാക്കെങ്കിലും നമുക്ക് കിട്ടിയത് അവരിൽ നിന്നാണ്. ഇവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ, ഈ റെജി ചേട്ടനൊക്കെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. ഒരു സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ കാണിച്ച അത് ശരിക്കും ഞാനതിനെ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും, അതായത് പാർട്ടിയുമായിട്ടുള്ളൊരു ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് കലാരാജു മുന്നോട്ട് പോകുന്നത്. ആന്റണി ഗ്രേർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.